ഇതിനേക്കാൾ നല്ലത് വേൾഡ് കപ്പ് എടുത്ത് മെസ്സിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് എടാ പൊന്നു മോനെ നീ ഇത് കൊണ്ടുപോക്കടാ, നീ ഞങ്ങളുടെ ചക്കരയാണടാ എന്ന് പറയുന്നതായിരുന്നു ഫിഫ പ്രസിഡന്റ്, ഫിഫ മാനേജ്മെന്റ്. നാണോ മാനോ കളി കളിച്ചാണോ ജയിക്കേണ്ടത്? ഫുട്ബോൾ മനുഷ്യരുടെ അങ്ങേയറ്റത്തെ വികാരത്തിന്റെ ആത്മാർത്ഥതയുടെ കളിയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയുള്ള സത്യസന്ധമായ കളി എന്നാണ് ഫുട്ബോളിനെ കുറിച്ച് പറയുന്നത്. അതിൽ പോലും വർഗീയതയും വംശീയതയും ഇസ്ലാമോഫോബിയും ഒക്കെ കുത്തി നിറച്ചുകൊണ്ട് ഇത്രയും നാണം കെട്ട ഒരു വേൾഡ് കപ്പ് ഈ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെ? നാളെ നമുക്ക് പറയാൻ കഴിയും 2026 അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന വേൾഡ് കപ്പാണ് ലോകത്ത് നടന്നതിൽ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും നീചമായ വേൾഡ് കപ്പ് എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയും. അത്രയും വൃത്തികേടുകൾ കുത്തിനിറച്ചുകൊണ്ടുള്ള വേൾഡ് കപ്പായി പോയത്. അതായത് മെസ്സിക്ക് വേണ്ടിയിട്ടും അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടും ടാർഗറ്റ് ചെയ്ത് അവർക്ക് തന്നെ വേൾഡ് കപ്പ് കൊടുക്കണം എന്ന് അവർ നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഒരു വേൾഡ് കപ്പായി പോയി ഫിഫ വേൾഡ് കപ്പ്. ഫിഫയുടെ പ്രസിഡന്റ് ഒക്കെ ട്രംപിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണ് നാണവും മാനവും ഇല്ലാതെ. ഇതാണോ വേൾഡ് കപ്പ്? വേൾഡ് കപ്പിന്റെ വില കൊണ്ട് കളഞ്ഞു. അമേരിക്കയിൽ വേൾഡ് കപ്പ് എത്തിയപ്പോഴേ പോയി. അമേരിക്കയിലേക്ക് വേൾഡ് കപ്പ് എത്തിയപ്പോഴേ അതിന്റെ വില പോയി. കഴിഞ്ഞ കളിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അമേരിക്കയും വേറെ ഒരു രാജ്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അതില് റഫറി റെഡ് കാർഡ് കാണിച്ച് അമേരിക്കയുടെ ഒരു ഫുട്ബോളറെ പുറത്താക്കി. അത് ട്രംപ് ഇടപെട്ട് അയാളെ തിരിച്ചു വിളിപ്പിച്ച് എന്തായാലും അമേരിക്ക വീണ്ടും കളിച്ചപ്പോൾ അമേരിക്ക തോറ്റ്. അത്രയും വൃത്തികെട്ട ഒരു ഫുട്ബോൾ ഗെയിമായി പോയി ഈ ടൂർണമെന്റ്. ഇത് മെസ്സിക്ക് വേണ്ടിയുള്ള കപ്പാണോ? ഞാൻ അറിയാൻ മേലാതെ ചോദിക്കുകയാണ്. അതായത് ഒരു ഇസ്ലാമോഫോബിയ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മുസ്ലിം രാഷ്ട്രം പോലും ഈ കപ്പ് അടിക്കരുത് എന്ന് അവർ ഉറപ്പിച്ചിട്ടുള്ള റഫറിങ് ആണ്. ഇതിലേക്ക് ഈ ഫിഫയുടെ ഒക്കെ കളി നിയന്ത്രിക്കുന്ന റഫറി നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് വരെ പറയണ്ടേ? മെസ്സി കാണിച്ചാൽ അത് ഫൗളല്ല, വേറെ ആര് കാണിച്ചാലും ഫൗള്. എത്ര ഫൗളാണ് മെസ്സി കാണിച്ചത്? ഒരു ഫൗൾ വിളിച്ചില്ലല്ലോ. അതിലുപരി വേറെ ടീം നിങ്ങൾ മെസ്സിയോ അല്ലെങ്കിൽ അർജന്റീനയോ ജസ്റ്റ് ഒന്ന് ഫൗൾ ചെയ്താലോ ഒന്ന് ഓവർടേക്ക് ചെയ്താലോ അപ്പൊ ഫൗൾ വിളിച്ച് പെനാൽറ്റി കൊടുക്കുകയാണ്. പെനാൽറ്റി പോലും ശരിക്കും അടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ട് മെസ്സിയൊക്കെ എന്തോന്നേ ഈ കാണിക്കുന്നത്? ഇത് ഈ ഫുട്ബോൾ കളിച്ച് ജയിക്കണോ? അല്ലാതെ അമേരിക്കയും ഫിഫയും അർജന്റീനയും ഇസ്രായേലൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഈ കപ്പ് ഒരു മുസ്ലിം രാഷ്ട്രത്തിന് കൊടുക്കരുത്, ഈ കപ്പ് അർജന്റീനയുടെ അതുപോലെ തന്നെ ഇസ്രായേലിനെ പോലും സപ്പോർട്ട് ചെയ്ത അർജന്റീനയുടെ മെസ്സിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് അടിയുറച്ച് അവർ ഉറപ്പിച്ചിട്ടാണ് ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയിരിക്കുന്നത്. അത് സത്യമാണ്. ഇത്രയും വൃത്തികെട്ട ഒരു വേൾഡ് കപ്പ് നമ്മൾ ലോകത്ത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എത്ര ഫൗൾ ഉണ്ടായിട്ട് പോലും അതൊന്നും ഫൗൾ വിളിക്കാതെ മെസ്സിയെ സപ്പോർട്ട് ചെയ്ത് മെസ്സി ഫിഫ പോയി എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവം സത്യം തന്നെയാണ് കേട്ടോ. ഇത്രയും നാണം കെട്ട, ഇത്രയും നാശകരമായ, ഇത്രയും വൃത്തികെട്ട ഒരു വേൾഡ് കപ്പ് ഈ ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് അമേരിക്ക നടക്കുന്നത്. ഇതിനെക്കാട്ടി നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപ്പെടുത്ത് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കപ്പെടുത്ത് അർജന്റീനയുടെ മെസ്സിയുടെ കയ്യിൽ കൊടുത്തിട്ട് നീ കൊണ്ട് പോടാ പോനെ, ഇത് നിനക്കൊള്ളാണെന്ന് പറയുന്നതാണോ നല്ലത്? ഫിഫ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അർജന്റീന ആണെങ്കിലും ഒക്കെ പറയുകയാണ്. ഇവിടെ ഫുട്ബോൾ കളിച്ച് നേടണോ? ഇന്ത്യയിലെ അവസ്ഥ പറയാം. ഇതുവരെ വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല. ഫിഫ വേൾഡ് കപ്പ് ഇന്ത്യ കളിച്ചിട്ടില്ല. പക്ഷെ ഇനി കേരളത്തിൽ വരികയാണെങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ലോകത്ത് എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ഉള്ള വേൾഡ് കപ്പിൽ കളിക്കുന്ന രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ ഫാൻസും അതിൻ്റെതായ വികാരങ്ങളുമുള്ള കുറെ ഫാൻസുകാർ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ ചതിക്കുന്ന രീതിയിലുള്ള വൃത്തികെട്ട നീചമായ ഒരു ഗെയിമായി പോയി ഈ 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ നോക്കിയോ, ഈ റഫറിയും മാനേജ്മെന്റും ഫിഫയൊക്കെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ കളിച്ച് വൃത്തികെട്ട കളി കളിച്ച്, ഫുട്ബോൾ അല്ല കേട്ടോ, ഇതിന് ഫുട്ബോൾ എന്ന് പറയാൻ പറ്റില്ല, ഈ വൃത്തികെട്ട കളി കളിച്ച് അവസാനം മെസ്സിയുടെ പോക്കറ്റിൽ കൊണ്ട് ഈ ഫിഫയുടെ 2026 വേൾഡ് കപ്പ് കൊണ്ട് പൊക്കോടാൻ പോലെ എന്ന് പറഞ്ഞിട്ട് അത്രയും വൃത്തികെട്ട ഒരു കളിയായി ഫുട്ബോളിനെ ഈ വേൾഡ് കപ്പ് മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കളിച്ച് ജയിക്കടോ.